സമുദ്രത്തിലെ അജയനായ ഉരുക്കുകോട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന USS എബ്രഹാം ലിങ്കൺ സമുദ്രത്തിലൂടെ ഗാംഭീര്യത്തോടെ നീങ്ങുമ്പോൾ ഏതൊരു ശത്രുരാജ്യവും ഭയത്തോടെ മാത്രമേ അതിനെ നോക്കിക്കാണൂ. അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, സൂപ്പർസോണിക് യുദ്ധവിമാനങ്ങൾ, ആയിരക്കണക്കിന് സൈനികർ എന്നിവയടങ്ങിയ ഈ വിമാനവാഹിനി കപ്പലിനെ തകർക്കുകയെന്നത് ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ പോലും ദുഷ്കരമായ കാര്യമാണ്. എന്നാൽ ഈ ഭീകരമായ യുദ്ധക്കപ്പലിനെ ഓരോ നിമിഷവും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു ശത്രുവുണ്ട്. അത് ആയുധപ്പുരകളിൽ നിർമ്മിക്കപ്പെട്ട ഒന്നല്ല, മറിച്ച് പ്രകൃതിയുടെ തന്നെ ഭാഗമായ ഉപ്പുമുടലാണ്. ശത്രുക്കളുടെ ടോർപീഡോകളെക്കാളും മിസൈലുകളെക്കാളും അപകടകാരിയാണ് ഈ നിശബ്ദ ശത്രു. കടൽക്കാറ്റിനൊപ്പം പടരുന്ന അതിസൂക്ഷ്മമായ ഉപ്പുവെള്ള തുള്ളികളും സോഡിയം ക്ലോറൈഡിന്റെ ഉയർന്ന സാന്ദ്രതയും അടങ്ങിയ മൂടൽമഞ്ഞാണ് ഈ യുദ്ധക്കപ്പലുകളുടെ പ്രധാന വെല്ലുവിളി. സാധാരണയായി ഉയർന്ന താപനിലയും ആർദ്രതയുമുള്ള മേഖലകളിൽ കപ്പലുകൾ പ്രവർത്തിക്കുമ്പോൾ ഈ ഭീഷണി ഇരട്ടിയാകുന്നു. പുറമെ നിന്നും നോക്കുമ്പോൾ അചഞ്ചലമായൊരു ലോഹഘടനയായി തോന്നുമെങ്കിലും ഒരു വിമാനവാഹിനി കപ്പലിന്റെ ഓരോ ഇഞ്ചും ഉപ്പുകാറ്റിനോട് നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഈ പ്രക്രിയ കപ്പലിന്റെ ഘടനാപരമായ കരുത്തിനെ കാർന്നു തിന്നിരുന്നു. പലപ്പോഴും ആളുകൾ കരുതുന്നത് കപ്പലിന്റെ പുറംഭാഗമാണ് ഉപ്പുവെള്ളത്താൽ ഏറ്റവും കൂടുതൽ നശിക്കുന്നതെന്നാണ്. എന്നാൽ യഥാർത്ഥ അപകടം ഒളിഞ്ഞിരിക്കുന്നത് കപ്പലിന്റെ ഉള്ളറകളിലാണ്. കടൽ തീരത്തെ അപേക്ഷിച്ച് സമുദ്രത്തിന് നടുവിൽ ഉപ്പുകാറ്റിന്റെ സാന്ദ്രത കൂടുതലാണ്. വായുസഞ്ചാര സംവിധാനങ്ങളിലൂടെയും തുറന്ന വാതിലുകളിലൂടെയും ഈ ഉപ്പുകണങ്ങൾ കപ്പലിന്റെ അങ്ങേയറ്റം ഉള്ളറകളിലേക്ക് വരെ കടന്നെത്തുന്നു. ഇവിടെയാണ് പിറ്റിംഗ് കൊറോഷൻ എന്ന പ്രതിഭാസം വില്ലനാകുന്നത്. ലോഹഭാഗങ്ങളിൽ ചെറിയ സുഷിരങ്ങൾ പോലെ തുരുമ്പ് പ്രത്യക്ഷപ്പെടുകയും അത് ക്രമേണ വലിയ വിള്ളലുകളായി മാറുകയും ചെയ്യുന്നു. ഇടുങ്ങിയ ഭാഗങ്ങളിലും യന്ത്രങ്ങളുടെ സന്ധികളിലും ഉണ്ടാകുന്ന ഇത്തരം ദൗർബല്യങ്ങൾ പെട്ടെന്ന് കണ്ടെത്തുക പ്രയാസമാണ്. ഒരു വിമാനവാഹിനി കപ്പൽ വിമാനങ്ങളുടെ ടേക്ക് ഓഫ്, ലാൻഡിംഗ് സമയങ്ങളിൽ ഉണ്ടാക്കുന്ന വൻ ആഘാതങ്ങളും സമുദ്രതരംഗങ്ങളുടെ മർദ്ദനവും സഹിക്കേണ്ടതുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ ലോകഘടനയിൽ ഉണ്ടാകുന്ന ചെറിയ വിള്ളലുകൾ പോലും വലിയ അപകടങ്ങൾ ഉണ്ടാക്കിയേക്കാം. ആധുനിക യുദ്ധക്കപ്പലുകൾ എന്നത് വെറും ഉരുക്ക് കൊട്ടാരങ്ങളല്ല, അവ സെൻസറുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഒരു മഹാശൃംഖലയാണ്. USS എബ്രഹാം ലിങ്കന്റെ റഡാറുകൾ, നാവിഗേഷൻ കൺട്രോളുകൾ, മിസൈൽ ഗൈഡൻസ് സോഫ്റ്റ്വെയറുകൾ എന്നിവയെല്ലാം അതീവ സൂക്ഷ്മമായ ഇലക്ട്രോണിക് സർക്യൂട്ടുകളെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഉപ്പുമുടലിലെ ലവണങ്ങൾ ഈ സർക്യൂട്ട് ബോർഡുകളിൽ അടിഞ്ഞുകൂടുമ്പോൾ അത് വൈദ്യുത ചാലകതയെ ബാധിക്കുന്നു. ഷോർട്ട് സർക്യൂട്ടുകൾ, ഡേറ്റ പിശകുകൾ, സെൻസറുകൾ കൃത്യതയില്ലായ്മ എന്നിവയ്ക്ക് ഇത് കാരണമാകുന്നു. യുദ്ധ സാഹചര്യത്തിൽ ഒരു റഡാർ സിസ്റ്റം നിമിഷ നേരത്തേക്ക് പ്രവർത്തനരഹിതമാകുന്നത് പോലും കപ്പലിന്റെ സുരക്ഷയെ ബാധിക്കും. അതിനാൽ ഇലക്ട്രോണിക് മുറികളിൽ ഈർപ്പത്തിന്റെ അളവ് കൃത്യമായി നിയന്ത്രിക്കുക എന്നത് നാവികസേനയുടെ വലിയൊരു വെല്ലുവിളിയാണ്. ആണവോർജ്ജത്തിന് പ്രവർത്തിക്കുന്ന വിമാനവാഹിനി കപ്പലുകൾക്ക് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇരട്ടിയാണ്. USS എബ്രഹാം ലിങ്കണിലെ 2 ആണവ റിയാക്ടറുകൾ വർഷങ്ങളോളം ഇന്ധനം നിറയ്ക്കാതെ പ്രവർത്തിക്കാൻ ശേഷിയുള്ളവയാണ്. ഈ റിയാക്ടറെ ചുറ്റിപ്പറ്റിയുള്ള സുരക്ഷാ കവചങ്ങളിലും വെന്റിലേഷൻ പൈപ്പുകളിലും ഉപ്പുമുടൽ ഉണ്ടാകാതിരിക്കാൻ അതീവ ജാഗ്രതയും ആവശ്യമാണ്. റിയാക്ടർ സെക്ഷനുകളിൽ ഈർപ്പം നീക്കം ചെയ്യാൻ പ്രത്യേക ഡ്രൈ എയർ സർക്കുലേഷൻ സംവിധാനങ്ങളും ഉപയോഗിക്കുന്നു. ഇത് പരിപാലനത്തിന്റെ ഭാഗം മാത്രമല്ല, ആണവ ചോർച്ച തടയാനുള്ള പ്രധാന സുരക്ഷാ മുൻകരുതൽ കൂടിയാണ്. ലോഹങ്ങളെ തുരുമ്പിൽ നിന്നും സംരക്ഷിക്കാൻ കപ്പലുകളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഡ്രൈ എയർ പമ്പ് സിസ്റ്റങ്ങൾ. കപ്പലിന്റെ സെൻസിറ്റീവ് ഭാഗങ്ങളിലേക്ക് ഈർപ്പം കുറഞ്ഞ വരണ്ട വായു തുടർച്ചയായി പമ്പ് ചെയ്യുന്ന രീതിയാണിത്. മിസൈലുകളും ബോംബുകളും സൂക്ഷിക്കുന്ന ഇടങ്ങളിൽ ഈർപ്പം കൂടിയാൽ വെടിക്കോപ്പുകളുടെ ഗുണനിലവാരം കുറയാനുള്ള സാധ്യതയുമുണ്ട്. കിലോമീറ്ററുകളോളം നീളുന്ന കേബിളുകൾ തുരുമ്പിൽ നിന്നും സംരക്ഷിക്കാൻ ഡ്രൈ എയർ നിർണായകമാണ്. വലിയ എഞ്ചിനുകളും പമ്പുകളും പ്രവർത്തിക്കുന്ന ഭാഗങ്ങളിൽ ഘനീഭവിക്കൽ തടയാൻ ഇത് സഹായിക്കുന്നു. ഒരു വിമാനവാഹിനി കപ്പൽ അജയമായി നിലനിൽക്കുന്നത് അതിലെ മിസൈലുകൾ കൊണ്ടല്ല, മറിച്ച് അതിലെ ഓരോ നാവികനും നടത്തുന്ന നിരന്തരമായ കഠിനാധ്വാനം കൊണ്ടാണ്. കപ്പലിന്റെ ഫ്ലൈറ്റ് ഡെക്കിലും പുറംഭാഗത്തും അടിഞ്ഞുകൂടിയ ഉപ്പ് ശുദ്ധജലം ഉപയോഗിച്ച് കഴുകിക്കളയുന്ന പ്രവർത്തനമാണിത്. ഇത് ദിവസേന ചെയ്യുന്ന ജോലിയുമാണ്. ലോഹത്തിന്റെ കനം അളക്കാനും അകത്തളങ്ങളിൽ വിള്ളലുകൾ കണ്ടെത്താനും ആധുനിക തരംഗങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധനകളും നടക്കുന്നു. സമുദ്രജലത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള പ്രത്യേകതരം ചായങ്ങളും രാസവസ്തുക്കളും കപ്പലിൽ പൂശുന്നു. ഇവ ഓരോ കാലയളവിലും പുതുക്കേണ്ടതുണ്ട്. അമേരിക്കൻ നാവികസേന ഓരോ വർഷം കോടിക്കണക്കിന് ഡോളറാണ് കപ്പലുകളുടെ തുരുമ്പ് പ്രതിരോധത്തിനായി ചെലവഴിക്കുന്നത്. ശത്രുരാജ്യങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ ബഡ്ജറ്റിൽ വലിയൊരു ഭാഗം ഈ അദൃശ്യ ശത്രുവിനെ തടയാൻ ഉപയോഗിക്കുന്നുവെന്നതും ആശ്ചര്യകരമായി തോന്നാം. എങ്കിലും ഒരു വിമാനവാഹിനി കപ്പലിന്റെ ആയുസ് 50 വർഷത്തോളമായി നിലനിർത്താൻ ഈ നിശബ്ദ യുദ്ധം അത്യാവശ്യമാണ്. USS എബ്രഹാം ലിങ്കൺ പോലുള്ള ഭീമൻ യുദ്ധക്കപ്പലുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. ലോകശക്തികളുടെ പാരമ്യത്തിൽ നിൽക്കുമ്പോഴും പ്രകൃതിയുടെ ഏറ്റവും ചെറിയ കണികകളോട് പോലും പൊരുതിയാൽ മാത്രമേ നിലനിൽപ്പ് സാധ്യമാകൂ എന്നത്. ആയുധശേഷിയേക്കാൾ ഉപരിയായി നിരന്തരമായ ജാഗ്രത, ശാസ്ത്രീയമായ പരിപാലനം, മനുഷ്യന്റെ അശ്രദ്ധ പരിശ്രമം എന്നിവയാണ് കപ്പലിന്റെ യഥാർത്ഥ കരുത്ത്. മിസൈലുകൾക്ക് ഒരുപക്ഷെ ലക്ഷ്യം തെറ്റാം, പക്ഷെ ഉപ്പുകാറ്റ് ഒരിക്കലും തന്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിയില്ല. അതിനാൽ സമുദ്രത്തിൽ സമാധാനം നിലനിൽക്കുമ്പോഴും ലിങ്കണിലെ നാവികർ തങ്ങളുടെ ഈ അദൃശ്യ ശത്രുവിനോടുള്ള പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്.